ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറും അതുപോലെ തന്നെ വിക്രവും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ വേണ്ടി കൈ പിടിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ബാക്കിൽ നിന്നിട്ട് ജയിൽ വാർഡൻ വന്നിട്ട് ഡാഡാ നിർത്തട എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, എന്നിട്ട് പിടിവിടുന്നുണ്ട്. അതിനുശേഷം ജയിൽ വാർഡൻ എടാ മനോഹര, നീ ഇങ്ങോട്ട് വന്ന് നിന്നെ ജയിൽ സൂപ്രണ്ട് വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ മറ്റൊരു തടവുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല എന്തിനാ സാറേ ഇവനെ വിളിപ്പിക്കുന്നത്, ഇവനെ വിട്ടയക്കാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വന്ന ജയിൽ വാർഡൻ പറയുന്നുണ്ട്, ഇവനെ എന്തിനാ വിട്ടയക്കുന്നത്, ഇവൻ അത്ര വലിയ പുണ്യാളൊന്നല്ലല്ലോ വിട്ടയക്കാനായിട്ട്, ഇത് അതൊന്നല്ല, വേറെ എന്തോ കാര്യമാണ്. എന്തായാലും പുറത്തു നിന്ന് CI വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്, നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെല്ലടാ ചെല്ല് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിക്രം. അപ്പൊ ആ സമയത്ത് എന്താടാ നീ ഇത്ര ചൊറിയണത് എന്നിങ്ങനെ ജയിൽ വാർഡൻ ചോദിക്കാണ്. ഒന്നുമില്ല സാറേ എന്ന് പറയാണ്. എടാ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും പുറത്തു പോയ ശേഷം ഒരു സമാധാനമുണ്ട്. ഇനി നിന്നെ കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്, നീയും നിനക്ക് ഉടനെ തന്നെ പരോള് കിട്ടുമല്ലോ, നീയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരാതിരുന്ന ബാക്കിയുള്ളവർക്ക് സമാധാനമാകും എന്നങ്ങനെ പറഞ്ഞിട്ട് മനോഹരനെയും കൊണ്ടിട്ട് പോവുകയാണ് ആ ജയിൽ വാർഡൻ. അതേ സമയത്താണെങ്കിൽ ആ തടവുകാരൻ വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ ആ കിരൺ എന്ന് പറയുന്നവൻ അയാള് ആ ബഗാസുരനെയും ഗംഗപ്രസാദിനെയൊക്കെ കൊന്നു തള്ളിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപാട് ബഹുമാനമാണ് തോന്നുന്നത്, ആരാധനയാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. നീ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോ, അല്ലെങ്കിൽ നിന്നെയും ഇതുപോലെയൊക്കെ വരുത്തും എന്നൊക്കെ ഇങ്ങനെ ആ ജയിൽ വാർഡൻ അല്ല ആ തടവുപുള്ളി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം മനോഹരനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ജയിൽ സൂപ്രണ്ടും ഈ CIയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെയാണോ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്, അത് ശരി, പക്ഷേ അതൊന്നും ഇവിടെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അതെ, അവൻ പരോളില് ഇങ്ങോട്ട് തിരികെ വന്നതുകൊണ്ട് അവനെ ആരും സംശയിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹരനെ കൊണ്ട് മുന്നിൽ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇവൻ എന്തായാലും 2 ദിവസം കസ്റ്റഡിയിൽ ഞാൻ എടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. നിന്നെ കാണാനാണ് CI വന്നത്, എന്നാലും നീ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിയില്ല, അവാർഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ CI പറയുന്നുണ്ട്, അതെ, പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന് അവാർഡ് തന്നെ കൊടുക്കുക തന്നെ ചെയ്യും, കാരണം അത്ര വലിയ പുണ്യപ്രവൃത്തിയാണല്ലോ ഇവൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ശരി സാറേ, ഇവനെയും കൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. വാടാ എന്നും പറഞ്ഞ് മനോഹരനെയും കൊണ്ട് CI അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണിനെ കാണിക്കുകയാണ്. അങ്ങനെ കിരൺ പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കാർത്തിക വിളിക്കുന്നത്. അപ്പോൾ കാർത്തിക കാറിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക സംസാരിക്കുകയാണ്, കിരൺ എത്രയും വേഗം തന്നെ TV ഒന്ന് വെച്ച് ഒരു ന്യൂസ് പോകുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എന്താ കാർത്തിക എന്ന് ചോദിക്കുമ്പോൾ കിരൺ വെക്കി ആദ്യം, എന്നിട്ട് അറിയാലോ എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ വേഗം തന്നെ റിമോട്ട് എടുത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് കാദംബരിയും ലക്ഷ്മി അമ്മയും വരികയാണ്. കാർത്തിക വിളിച്ചായിരുന്നു, എന്തോ ന്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വേഗം തന്നെ TV എടുത്ത് വെക്കുകയാണ്. അങ്ങനെ TV വെക്കുന്ന സമയത്ത് ന്യൂസ് പറയുന്നത് സുപ്രധാന വഴിത്തിരിവിലേക്ക് ഗംഗപ്രസാദിന്റെ കൊലപാതകം, അത് ആരാ കൊന്നതെന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്കാണ്. അത് ജയിൽ പുള്ളിയായിട്ടുള്ള മനോഹറാണ് ആ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവ് സഹിതം CI എല്ലാ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നുള്ള ഇങ്ങനെ വാർത്ത പറയണ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. കിരണും കാദംബരിയും ലക്ഷ്മി അമ്മയും ഞെട്ടിപ്പോകുന്നുണ്ട്. അവനോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് TV ഓഫ് ചെയ്തിട്ട് ശേഷം കിരൺ പറയുന്നുണ്ട്, ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മനോഹറാണ് ഇതിന്റെ പിന്നിലെന്ന്. മനോഹർ ആ സമയത്ത് പരോളിലുണ്ടായിരുന്നു, പക്ഷേ അവൻ എന്നെ തലേദിവസം വരെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു, സാറേ ഗംഗപ്രസാദിനെ സൂക്ഷിക്കണമെന്നും അതുപോലെ തന്നെ അവൻ തിരികെ പോകുന്ന കാര്യവും എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പൊ അവൻ എപ്പോഴാണ് ഓഡിറ്റോറിയത്തിൽ വന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അതെ, അവൻ അത്രയും നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ചെയ്തത്, അതുകൊണ്ട് സരയുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ അവനെ സഹായിക്കും, ഞാൻ അവന് വേണ്ട എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും എന്ന് പറയുകയാണ്. അത് വേണം, ഞാനും അങ്ങനെ തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ കിരൺ പറയുകയാണ്. എന്തായാലും ഞാൻ കല്യാണിയോട് ഈ ഒരു കാര്യം ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് കല്യാണിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ കിരൺ. അപ്പൊ കല്യാണി അവിടെ അങ്ങനെ ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു വാർത്ത എന്ന് പറയുകയാണ്. എന്നാൽ അവൻ ഇത് എപ്പോഴാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് ഒരുപാട് കത്തുകൾ അവൻ അയക്കാറുണ്ടല്ലോ, നമ്മളത് കത്ത് വായിക്കാറ് പോലുമില്ല, അതുപോലെ തന്നെ ആ കത്തിന് മറുപടിയും അയക്കാറില്ല. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം കുഞ്ഞിനെ കാണണമെന്നാണ്, അതും നമ്മൾ സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. സരയുവിനെ പിണക്കണ്ട എന്ന് കരുതിയിട്ട്, അതുപോലെ തന്നെ അച്ഛനടക്കം എല്ലാവരും നമ്മളെ വിലക്കിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അവരങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എന്തായാലും
അവനെ ഒന്ന് ചെന്ന് കാണട്ടെ, എന്താ സംഭവിച്ചതെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് കല്യാണിൻ്റെ അരികിൽ നിന്ന് നമ്മുടെ കിരൺ പോവുകയാണ്. അങ്ങനെ വേഗം തന്നെ കിരൺ പോകുന്നത്, കിരൺ പുറത്തിറങ്ങുന്ന സമയത്താണ് മറ്റൊരു കാർ അവിടേക്ക് വരുന്നത്. അപ്പോൾ രതീഷ് ആണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, സാറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയുകയാണ്. ഞാൻ പുറത്തൊക്കെ നല്ല സംസാരമാണ്, ഒരാളെന്നെ പുറത്ത് റോഡിൽ പിടിച്ചു നിർത്തിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എന്തായാലും മനോഹർ അവൻ നല്ലവൻ തന്നെയാണ്, എല്ലാവരും മാറിയില്ലേ, കല്യാണിയുടെ അമ്മൂമ്മയും കല്യാണിയുടെ അച്ഛനും ഞാനടക്കം പിന്നെ ബൈജു ഒക്കെ മാറിയില്ല, അപ്പോൾ അവനും മാറ്റമുണ്ട് സാറേ, അതുകൊണ്ട് എനിക്കിപ്പോൾ അവനോടൊരു അടുപ്പൊക്കെ തോന്നി തുടങ്ങുകയാണെന്ന് രതീഷ് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യമേ അത് തോന്നി തുടങ്ങിയത് കൊണ്ടാണല്ലോ കുഞ്ഞിനെ അവന് കാണിക്കാൻ ഞങ്ങൾ സമ്മതിച്ചത്, ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചത്, അതല്ല പിന്നെ ഏറ്റവും പ്രശ്നങ്ങളൊക്കെ ആയത്. എന്തായാലും ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം, അവനോട് വിശദമായി കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ശരി സാറേ എന്ന് പറഞ്ഞ് അങ്ങനെ കിരൺ കാറും എടുത്ത് അവിടെ നിന്നും പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസ് ആണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. പോലീസ് കിരണോ വാ ഇരിക്കടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ നമ്മുടെ കിരൺ ആ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് എന്താ സാറേ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം താൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഒരിക്കലും എൻ്റെ ലിസ്റ്റിലും ഉണ്ടായിരുന്നില്ല ഈ മനോഹർ എന്ന് പറയുന്നവൻ, കാരണം അവൻ ജയിലിലല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അവനെ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് പ്രതികളായി തോന്നിയവരുടെയൊക്കെ ഫിംഗർ പ്രിന്റ് എടുത്തപ്പോൾ അവരൊന്നുമല്ല എന്ന് മനസ്സിലായി. ഒടുവിലാണ് ഇവൻ്റെ ഒന്ന് എടുക്കണം എന്ന് തോന്നിയത്. അങ്ങനെയാണ് ഈ കേസ് എനിക്ക് വഴിത്തിരിവായത്. എന്തായാലും തന്നോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യമില്ല. ഈ കേസ് കിട്ടിയതിന് ശേഷം കൂടുതലായിട്ട് തൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ തൻ്റെ ഭാര്യയെക്കുറിച്ചും തന്നെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ എന്തായാലും തന്നോട് എനിക്കൊരു യാതൊരു തരത്തിലുള്ള ദേഷ്യമോ ഒന്നുമില്ല കേട്ടോ. പിന്നെ താൻ ജയിലിലോട്ട് പോകുന്നതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നിട്ടാണോ സാറ് ഞങ്ങളെ കോടതിയിൽ കയറ്റി ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു വാശിയായിരുന്നു. കാരണം ആ നവീൻ എന്ന് പറയുന്ന വക്കീൽ എന്നെ അവിടെ ഇട്ട് അത്രയും നാണം കെടുത്തിയില്ലേ, പിന്നെ എൻ്റെ ചോര തിളച്ചു, അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ചൂട് പിടിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും കിരൺ ആ ബോഡിയെ പറ്റിയിട്ടുള്ള അന്വേഷണമൊന്നും എനിക്ക് ആവശ്യമില്ല, കാരണം ഞാനിവിടെ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് യഥാർത്ഥ പ്രതിയെ കിട്ടി. എന്നാലും ചോദിക്കുകയാണ്, ഈ ഗംഗപ്രസാദിൻ്റെ ബോഡി എവിടെയാണ് നിങ്ങൾ മറവ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല സാറ്, അറിഞ്ഞാലും അറിഞ്ഞില്ലേലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തായാലും അതിൻ്റെ പുറകെ പോകാൻ പോകുന്നില്ല. അപ്പോൾ എന്താ പറ്റിയത് സാറേ, എങ്ങനെയാണ് അവൻ അങ്ങനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അവൻ സെല്ലിൻ്റെ അകത്തുണ്ടല്ലോ, അവനോട് തന്നെ നേരിട്ട് ചെന്ന് ചോദിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ ശരി സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും കിരൺ എഴുന്നേറ്റിട്ട് നേരെ സെല്ലിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ മനോഹർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ വേഗം ഇങ്ങനെ അവന് അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിരണിനെ കണ്ടിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ആ സെല്ലിൻ്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. സാറ് എന്താ നിനക്ക് പറ്റിയത്, എന്താണെന്ന് സംഭവിച്ചത് എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സാറിനോട് ഞാൻ പലപ്പോഴും പറയാറില്ല ഗംഗപ്രസാദിനെ സൂക്ഷിക്കണമെന്ന്, പിന്നെ ഗംഗ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ എടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ആ ബഗാസുരനും വിക്രം അടക്കം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഗംഗ തിരിച്ചു വന്നാൽ എന്നെ കൊല്ലുമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുത്തനെ ഇവിടെ കൊന്നിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ജയിലിൽ കഴിയാലോ. പിന്നെ ലക്ഷ്മി അമ്മയെയും അതുപോലെ കാർത്തികയെയും മാത്രമല്ല ഗംഗപ്രസാദ് ലക്ഷ്യമിട്ടിരുന്നത് സാറിനെയും സാറിൻ്റെ ഭാര്യയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഞാൻ തിരികെ പരോളിലേക്ക് പോകുന്ന സമയത്താണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് തോന്നിയത്. ആ ഓഡിറ്റോറിയത്തിലേക്ക് സരയും കുഞ്ഞും വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരന്ന് വന്നില്ലല്ലോ എന്ന് കിരൺ പറയുന്നുണ്ട്. എന്തായാലും വരുമെന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നത്. അങ്ങനെ പിന്നാമ്പുറത്ത് ഞാൻ ഒളിച്ചു നിൽക്കുകയാണ്, ആരും കാണാതിരിക്കുന്ന നേരത്ത്. ആ സമയത്താണ് ഗംഗപ്രസാദ് മതിൽ ചാടി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. എന്തായാലും ആ ഒരു ഭാഗം അങ്ങനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.